38 വയസ്സുള്ള ഒരു സ്ത്രീ അവരുടെ 14ാമത്തെ പ്രസവം വീട്ടിൽ നടത്തി എന്നാണ് പറയുന്നത്. ഞെട്ടിപ്പിക്കുന്നതാണ്. എന്നെ ഇതിൽ ഞെട്ടിപ്പിച്ചത് വീട്ടിൽ നടത്തിയിരിക്കുന്ന പ്രസവത്തിനെ പറ്റിയല്ല, 38 വയസ്സുള്ള ഒരു സ്ത്രീ 14 തവണ പ്രസവിച്ചു എന്നുള്ളതാണ്. ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക് ഈ ആന പേരുണ്ട്. എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. ഏത് ഹോസ്പിറ്റലാ പറ്റത്? നായ മൂന്നാം മാസം പേരുണ്ട്. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ആയതിനാൽ ഇപ്പൊ നമ്മളിവിടെ ഈ പരിപാടി ഇവിടെ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ കേൾപ്പിച്ച പ്രസംഗം, അത് പ്രസംഗിച്ച ഏതോ ഓട്ടോ തൊഴിലാളിയാണെന്നാണ് ഞാൻ ധരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് തലക്കെട്ടൊക്കെ കണ്ടപ്പോൾ അതൊരു മതപ്രഭാഷകനാണ് എന്നുള്ളത്. ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങ കുറിച്ച പ്രസവം വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച 6 പെറുന്ന്, ആട് പെറുന്ന് 2, 3, 4. നായ മൂന്നാം മാസം പേരുണ്ട്. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ഒരു പ്രത്യേക ജീവിതമല്ലേ ഞങ്ങളതിനിട്ടില്ലതാ. ജഫറുലിയര് പെണ്ണുങ്ങൾ വെച്ച് 2 വീട്ടിൽ നിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 വെച്ച് വീട്ടിൽ നിന്ന്. പുറത്ത് വിട് ഈ വിഷയമൊക്കെ, പുറത്ത് പോട്ടെ, ഇത് ഡേറ്റ് പിടിച്ചേക്കണ്ട, പുറത്ത് പോട്ട് ഇതൊക്കെ. 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ ഏത് 1ാം മാസം മുതൽക്ക് 10ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ. എന്തോന്നടേ ഇത്? തലച്ചോറില്ലേടേ? തലച്ചോറിന് പകരം പൊതിച്ചോറാണോ? ശ്രീ ആരിഫ് ഹുസൈൻ, ഇവിടെ വീട്ടിലെ പ്രസവവും അതുപോലെ തന്നെ മരണവും അത് കൂടുന്ന ഈ സമയത്ത് വീട്ടിലെ പ്രസവത്തിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ കൂടുതലും മലപ്പുറം ജില്ലയിലാണ്. ഈ കണക്ക് പുറത്തു വരുമ്പോൾ അതിനെ മതവുമായി ബന്ധപ്പെടുത്തുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാം മത പണ്ഡിതരുടെ ഇത്തരത്തിലുള്ള വികലമായ ആഹ്വാനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ചൂണ്ടിക്കാട്ടുന്ന സമയത്ത് അങ്ങനെ വേണോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മളിവിടെ ഈ പരിപാടി ഇവിടെ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ കേൾപ്പിച്ച പ്രസംഗം, അത് പ്രസംഗിച്ച ഏതോ ഓട്ടോ തൊഴിലാളിയാണെന്നാണ് ഞാൻ ധരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് തലക്കെട്ടൊക്കെ കണ്ടപ്പോൾ അതൊരു മതപ്രഭാഷകനാണ് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ മതപ്രഭാഷകരുടെ വേഷം കെട്ടി മതപ്രഭാഷണങ്ങളിലൂടെ ഇത്തരത്തിൽ സ്ത്രീകളടക്കമുള്ള ആ സമൂഹത്തെ യഥാർത്ഥത്തിൽ നല്ലത് പറഞ്ഞു കൊടുത്ത് ബോധവൽക്കരിക്കേണ്ട ഇടങ്ങളിൽ കടന്നു എന്നുകൊണ്ട് പറയുന്ന ആ വിടുവായുത്തരങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. സാറുൽ ഹക്ക് ഹുദവി കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു ഇതുപോലുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളാണ്. ഓണം ഡിപ്ലോമാറ്റിക് ആയിട്ട് ആഘോഷിക്കണം എന്ന് പറഞ്ഞും അല്ലെങ്കിൽ മുസ്ലിം കിഡ്നി തരയണമെന്നൊക്കെ പറഞ്ഞും അതുപോലെ പറഞ്ഞു നടന്നിരുന്ന ഒരാൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ മുസ്ലിം ആയിട്ടുള്ള സ്ത്രീ ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണണം എന്ന് പറയുന്ന ഒരു പ്രസംഗം അദ്ദേഹത്തിന് ഇവിടെ കഴിഞ്ഞാണ്. ഒടുവിലും കണ്ടു അഫ്ഗാനിസ്ഥാനിൽ എന്താ കണ്ടത്, സ്ത്രീകളുള്ള ഭാഗത്ത് ജനൽ പോലും പാടില്ല എന്ന് പറയുന്നത്. എവിടുന്നാ അത് വരുന്നത്? ഈ പറയുന്ന സ്ഥാനത്ത് നിന്ന് സ്റ്റേജിൽ നിന്ന് കുട്ടികളെ ഇറക്കി വിട്ടു. ഇതേ സംസ്ഥ തന്നെയല്ലേ ഈ പറയുന്ന സ്റ്റേജിൽ നിന്നും പെൺകുട്ടിയെ ഇറക്കി വിട്ട ആ നിയമത്തിന്റെ മറ്റൊരു വശമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം. ഏത് സ്ത്രീ പുരുഷ സംസർഗം അത് വരാൻ പാടില്ല. ഇവിടെ ഒരു നമ്മളുടെ എക്സസൈസ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം വന്നപ്പോൾ അവിടെ നമ്മൾ കണ്ടു ഇതേ സെഗ്രിഗേഷൻ. അപ്പൊ ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്ന സംഗതി ഈ ഹിജാബ് നിയമത്തിന്റെ മറ്റൊരു ഭാഗമായിരിക്കെ അത് ഓരോ മേഖലയിലും അപ്ലൈ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള രീതികൾ വരും. ഇവിടെ ഈ പ്രസവത്തിന്റെ മേഖലയിൽ ചികിത്സ നേടുന്ന സമയത്ത് അവിടെ വെക്കുന്ന ഹിജാബിന്റെ ആ മാനദണ്ഡം എന്ന് പറയുന്നതാണ് സ്ത്രീ പുരുഷ ആ വിവേചനം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമാണ് ഈ പറയുന്ന തരത്തിലുള്ള വേർതിരിവുകളും. ഇതൊരു പാപമാണെന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കി വെക്കുകയും ഏതൊരു വിശ്വാസിയുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു വലിയ ലക്ഷ്യമായിട്ട് മാറുകയാണ് സ്ത്രീയെ കാണാതിരിക്കുക, പുരുഷനെ കാണാതിരിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ഉണ്ടാക്കി വെക്കുകയും കണ്ടുപോയാൽ അതൊരു വലിയ പാപമാണെന്ന് ഉണ്ടാക്കി വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മറ്റു ഓപ്ഷൻ എന്തുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെ ഒരു പാപം ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള ഒരു സംഗതി വന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ഗിൽറ്റ് കോംപ്ലക്സ് ഉണ്ട്. ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ട്രൈറ്റ് ആണ്. ഈ ഗിൽറ്റ് കോംപ്ലക്സിലൂടെയും ഈ നരകഭയത്തിലൂടെയാണ് ഇത്തരം സംഗതികൾ വിശ്വാസികൾ അടിച്ചേൽപ്പിക്കുന്നത്. അത് മദ്രസ കാലം മുതൽ തുടങ്ങുന്നതാണ്. അത് മരിക്കുന്ന അന്ന് വരെ മാറില്ല. ഓരോ വിശ്വാസിയുടെ ഇസ്ലാം മത വിശ്വാസിയുടെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. നിങ്ങളും ഇത്തരത്തിലുള്ള ആഹ്വാനം നൽകുകയാണല്ലോ. അത് മാത്രമല്ല, വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകളെ ധീര വനിതകളാക്കി നിങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്യുകയാണ്. എന്താണ് നിങ്ങളുടെ ഉദ്ദേശ്യം? പ്രകൃതിപരമായ ഒരു കാര്യം, അതായത് ഇതൊരു വിഷയം എന്താണെന്നറിയോ, ഒരു കാലഘട്ടത്തിലും പൂർണ്ണമായി ആശുപത്രിയിലേക്ക് പ്രസവം മാറിയ ഒരു കാലഘട്ടവും ഇതുവരെ കടന്നുപോയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതായത് വീട്ടിലെ പ്രസവം ഒരു പുതിയ സംഭവമല്ല, അതൊരു തുടർച്ചയായ കാര്യം മാത്രമാണ്. രാജ്യസ്നേഹം വേണം, അറിയോ? ഷോക്ക് അടിക്കേണ്ട ടൈമായി. പ്രസവവുമായി ബന്ധപ്പെട്ട് ഉള്ള റിസ്ക് ഫാക്ടറാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്.
അത് വീട്ടിലായാലും ആശുപത്രിയിലായാലും മരണമാണ് ഇതിലുള്ള റിസ്ക്. ഈ റിസ്ക് ഏറ്റെടുക്കാൻ ഒരു കൂട്ടരും തയ്യാറാവത്തില്ല. അതായത് ഒരു സ്ത്രീ അവരുടെ അവകാശ പ്രകാരം അവരുടെ ശരീരത്തിൻ്റെ അവരുടെ പ്രൈവസി പരിഗണിച്ച് ആശുപത്രിയിൽ പോയാലോ വീട്ടിൽ പോയാലോ അവിടെ രണ്ട് സ്ഥലത്ത് നടക്കുന്ന അപകടങ്ങൾ അവർ തന്നെയാണ് അത് സഹിക്കേണ്ടത്. സംസാരിക്കുന്ന ഉസ്താദിന്റെ അതേ വാചകങ്ങൾ തന്നെയാണ്. ആ ഉസ്താദ് പറയുന്ന അതേ രീതിയിൽ തന്നെയാണ് താങ്കളും സംസാരിക്കുന്നത്. ആ ഉസ്താദ് പറഞ്ഞ രീതിയിൽ തന്നെയാണ് താങ്കളും സംസാരിക്കുന്നത്. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ മനസ്സിലായില്ലല്ലേ? മരണക്കണക്ക് വെച്ചുകൊണ്ടാണ് വീട്ടിലെ പ്രസവവുമായിട്ട് അതിനെ താരതമ്യപ്പെടുന്നത്. വീട്ടിലെ പ്രസവം എന്ന് പറഞ്ഞാൽ 100%-ലേറെ രണ്ടാമത്തെ പോയിന്റ് ഞാൻ അതിലേക്ക് വരുന്നത്. റിസ്ക് ഉള്ള കാര്യമാണ്. ഇവിടെ അൽത്താഫ് പറയുന്നതുകൊണ്ട് താങ്കൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ? റിസ്ക് നമ്മളൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ സംഘടന ഇതുമായിട്ട് മുന്നോട്ട് പോവുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യസ്നേഹിയായിട്ടുള്ള അല്പമെങ്കിലും കോമൺ സെൻസ് ഉള്ള ഒരാളിനും ശ്രീ അൽത്താഫ് പറഞ്ഞിരിക്കുന്ന വാദങ്ങളോട് യോജിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം പറയുന്നതും നേരത്തെ നമ്മളിവിടെ പ്ലേ ചെയ്തിരിക്കുന്ന ഉസ്താദിന്റെ വോയിസും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് എനിക്കറിയില്ല. രണ്ടാൾക്കാരെ നേരിട്ട് പരിചയമില്ലാത്തത് കൊണ്ട് അദ്ദേഹം അല്ല ഇദ്ദേഹം എന്ന് തിരിച്ചറിയുന്ന സമയം വരെയും ഞാൻ കരുതിയിരുന്നത് ആ പ്രഭാഷണം നടത്തിയിരുന്ന ആൾ തന്നെയാണ് നമ്മളോടൊപ്പം ചർച്ചയിൽ എന്നാണ്. സ്പെസിഫിക് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഇപ്പൊ തിരൂർ തലക്കാട് ഭാഗത്ത് 38 വയസ്സുള്ള ഒരു സ്ത്രീ അവരുടെ 14ാമത്തെ പ്രസവം വീട്ടിൽ നടത്തി എന്നാണ് പറയുന്നത്. ഞെട്ടിപ്പിക്കുന്നതാണ്. എന്നെ ഇതിൽ ഞെട്ടിപ്പിച്ചത് വീട്ടിൽ നടത്തിയിരിക്കുന്ന പ്രസവത്തിനെ പറ്റി അല്ല, 38 വയസ്സുള്ള ഒരു സ്ത്രീ 14 തവണ പ്രസവിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലത്തേക്ക് മതത്തിൻ്റെതായിട്ടുള്ള ഒരു താല്പര്യം ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു വിഷയത്തിനെ കുറിച്ച് അങ്ങനെയുള്ള ആൾക്കാർ അഭിപ്രായം പറയേണ്ട സ്ഥലത്താണ് മതപരമായിട്ടുള്ള വിഷയങ്ങളെ പറ്റി അഭിപ്രായം പറയുന്ന ആൾക്കാർ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാനായിട്ടും ഇതിനെയൊക്കെ തന്നെ ന്യായീകരിക്കാനായിട്ടും ശ്രമിക്കുന്നത്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. ഇപ്പോൾ അൽത്താഫ് ചോദിച്ചത് തന്നെ ആശുപത്രികളിൽ മരണം ഉണ്ടാകുന്നില്ലേ എന്നൊക്കെയാണ്. പക്ഷേ ആശുപത്രികളിൽ പ്രസവം നടന്നാൽ അതിൽ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമെങ്കിലുമുണ്ട്, ഉറച്ച വിശ്വാസമെങ്കിലുമുണ്ട്. മറിച്ച് വീട്ടിലാണെങ്കിലോ അതൊന്നും എനിക്കറിയാൻ മേല. ഒരു സ്ത്രീ എത്ര തവണ പ്രസവിച്ചിട്ടുണ്ട്, അതിൽ എത്ര കുട്ടികൾ സർവൈവ് ചെയ്തിട്ടുണ്ട്, പല സ്ത്രീകളും മരണത്തോടുകൂടി ഈ പ്രസവത്തോടു കൂടി തന്നെ മരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ എത്രയോ പുരോഗമിച്ചു. പണ്ട് കാലത്ത് ഇപ്പോൾ ഇവരെല്ലാവരും തന്നെ പറയുന്ന ഈ ഉസ്താദും മറ്റു ആൾക്കാരും എല്ലാം തന്നെ പറയുന്ന പീരീഡിൽ നമ്മുടെ നാട്ടിലെ ഗതാഗത സൗകര്യങ്ങൾ എങ്ങനെയായിരുന്നു? നമ്മുടെ നാട്ടിലെ ഗതാഗത സൗകര്യം എന്ന് പറയുന്നത് പലപ്പോഴും കാളവണ്ടിയായിരുന്നു. ഇന്ന് ഉസ്താദൊക്കെ യാത്ര ചെയ്യുന്നത് കാളവണ്ടിയിലാണോ? അപ്പോൾ പണ്ട് കാലത്ത് ഇങ്ങനെ കാളവണ്ടിയിൽ ആൾക്കാർ യാത്ര ചെയ്തിട്ടില്ലേ എന്നതിന്റെ പേരിൽ ഇന്നും ഇവരിതാണോ ചെയ്യുക? പണ്ട് കാലത്ത് പബ്ലിക് അഡ്രസ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഇവർ മൈക്ക് വെച്ച് കെട്ടിയിട്ടല്ലേ അനൗൺസ്മെന്റും അവരുടെ പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. അപ്പൊ കാലം കുറെ മുന്നിലേക്ക് പോയി. നമ്മുടെ നാട്ടിലുള്ള ഇന്നത്തെ ആൾക്കാരുടെ താല്പര്യം എന്താണ്? സർക്കാരിന്റെ താല്പര്യം എന്താണ്? മാതാവിന്റെയും ശിശുവിന്റെയും ആരോഗ്യം സംരക്ഷിക്കുക, പ്രസവവുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവൻ സംരക്ഷിക്കുക, അമ്മയും കുഞ്ഞും സുരക്ഷിതരായിരിക്കുക എന്നുള്ളതാണ്. ഇത് കേവലം ഒരു സാമൂഹ്യമായിട്ട് നമ്മളുടെ ഒരു റിക്വയർമെന്റ് ആയിട്ട് പറയുന്നതല്ല, മറിച്ച് സർക്കാരിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പോളിസിയാണ്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? നമ്മൾ നോക്കുന്നത് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ 100% ആയിട്ടുള്ള കാര്യമാണോ എന്നുള്ളതല്ല. കോംപ്ലിക്കേഷനുകൾ പല കേസുകളിലുണ്ട്. പക്ഷേ ആളിനെ രക്ഷപ്പെടുത്തുന്നതിനുള്ള സാധ്യതകൾ, പെർസെന്റേജ്, പ്രോബബിലിറ്റി ഇത് എവിടെയാണ് കൂടുതൽ? സംശയമില്ലാത്ത കാര്യമാണ്. 100% ഞാൻ യോജിക്കുന്നു. ഹിജാബ് നിയമത്തെ അധികരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകണ്ട എന്ന് മാത്രം ഇസ്ലാം പറയുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആളെ പറ്റിക്കുന്ന പരിപാടി ചെയ്യരുത്. അങ്ങനെയല്ലല്ലോ നമ്മൾ പറഞ്ഞത്. ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഇസ്ലാം പറയുന്നുണ്ടെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഈ ഗിൽറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കുന്നു. ഈ സ്ത്രീ പുരുഷ വേർതിരിവ് വെച്ചുകൊണ്ട് നടത്തുന്ന ഈ ഗിൽറ്റ് കോംപ്ലക്സ് അത് അവസാനിപ്പിക്കണം. ഇതാണ് നമ്മൾ പറഞ്ഞത്. അത് സ്റ്റേജിൽ നിന്നും പെൺകുട്ടി ഇറക്കുന്നത് മുതൽ തുടങ്ങി അവരെ കൊണ്ട് ഈ മൂടുപടം ഈ ചാക്കിൽ കയറ്റുന്നത് അടക്കം എല്ലാ കാര്യവും അവിടെ നമ്മൾ പറയേണ്ടതായിട്ട് വരും. അതിന്റെ ബാക്കിയാണ് ഇത് എന്നാണ് നമ്മൾ പറയുന്നത്. ഉത്തരം പറ. അദ്ദേഹം പറഞ്ഞു ഏറ്റെടുക്കും. എങ്ങനെയാണ് മെഡിസിൻ ഏറ്റെടുക്കും? ഞാനിവിടെ കുറച്ച് ഈ മെഡിക്കൽ സ്കോറിംഗ് സിസ്റ്റത്തിന്റെ പേര് ഞാൻ വായിക്കും. ഇതിൽ എത്ര എണ്ണം ഇദ്ദേഹം കേട്ടിട്ടുണ്ടെന്നൊന്ന് പറയാം. മിയോ സ്കോർ, ബിഷപ്പ് സ്കോർ, WHO പാർട്ടോഗ്രാഫ്, റോബ്സൺ ക്ലാസിഫിക്കേഷൻ, അബ്ഗാർ സ്കോർ, ബാലാഡ് സ്കോർ, ക്രിബ് 2, സ്നാപ് 2, EPDS, FMP കാൽക്കുലേറ്റേഴ്സ്, ഇത്രയും സാധനങ്ങൾ ഞാൻ ഇവിടെ വായിച്ചു. ഇതൊക്കെ എന്താണ്, ഏതിനാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെ ഏതിന്റെ റിസ്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞുതരാം. ഞാൻ വ്യക്തിപരമായി നടന്ന അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ എനിക്ക് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഒരു സന്തോഷം, ഞാൻ പറഞ്ഞല്ലോ പ്രകൃതിപരമായ വിഷയത്തിൽ എനിക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഒരാൾ ഹിമാലയത്തിൽ കയറിയിട്ട് വന്നാൽ നമ്മളിവിടെ ആദരവ് കൊടുക്കാറുണ്ട്. അതിനർത്ഥം എല്ലാവരും ഹിമാലയത്തിൽ പോകണം എന്നല്ല. ഒരു കൈയും കാലും കെട്ടിയിട്ട് ഇവിടെ പുഴ നീന്തുന്ന ആളുകൾക്ക് അവാർഡ് കൊടുക്കാറുണ്ട്. അതിനർത്ഥം എല്ലാവരും പുഴയെ ചാടണമെന്നല്ല. ഹിമാലയം കയറുന്നവന്റെ റിസ്ക് അസസ് ചെയ്തിട്ടേ അവനെ ഹിമാലയം കയറ്റാൻ വിടുള്ളൂ.
ഈ പുഴ നീന്താൻ വേണ്ടി അനുവദിക്കുന്നവനെ റിസ്ക് അസസ് ചെയ്തിട്ട് അവിടെ അതിന് അനുവദിക്കുള്ളൂ. നിങ്ങൾ അവാർഡ് കൊടുത്ത ആ സ്ത്രീകളിൽ എത്ര പേരുടെ പ്രഗ്നൻസി ഡെലിവറി ടൈമിൽ നിങ്ങൾ റിസ്ക് അനാലിസിസ് നടത്തിയിട്ടാണ് അതിന് വിട്ടത്? അതൊന്ന് പറയൂ. അത്രയും ആളുകളിൽ എത്ര പേരുടെ നിങ്ങൾ റിസ്ക് അസസ് ചെയ്തിട്ടുണ്ട്? അയ്യോ, ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറഞ്ഞതേ ഉള്ളൂ. തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. എന്നാൽ അതിനെയൊക്കെ തന്നെ ധൈര്യമാണ് എന്ന് കരുതി നമ്മളതിനെ അംഗീകരിക്കാനും അനുമോദിക്കാനും ഒന്നും ശ്രമിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഇടയ്ക്ക് കണ്ടതല്ലേ, ഏതോ ഒരു മലയുടെ മുകളിൽ എങ്ങാണ്ട് ഏതോ ഒരാൾ വലിഞ്ഞു കയറി അവിടെ ഇരുന്നു. എന്നിട്ട് അവസാനം നേവിയുടെയോ എയർഫോഴ്സിൻ്റെയോ ഒക്കെ തന്നെ ആൾക്കാരും അവരുടെ സന്നാഹങ്ങളും എല്ലാം വന്നതിന് ശേഷമാണ് ആളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. അപ്പോൾ അതിൻ്റെ പേരിൽ താഴെ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെയുള്ള ഒരു അവാർഡാണിത്. കാരണം റിസ്ക് കൃത്യമായിട്ട് അസസ് ചെയ്തിട്ടില്ല. എന്താണ് ജീവനുള്ള റിസ്ക്, മറ്റുള്ള ആൾക്കാർക്കുള്ള റിസ്ക്, ഈ കാര്യങ്ങളെപ്പറ്റി സർക്കാരിൻ്റെ പോളിസിയെ തന്നെ ഇത് എത്രത്തോളം പിന്നോട്ട് വലിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെപ്പറ്റി ഒരു അസസ്മെൻറ്റും ഇല്ലാതെ കുറേയധികം ആൾക്കാർ വീട്ടിൽ പ്രസവത്തിന് പോകുന്നു. യാതൊരു വിധത്തിലുള്ള, ഇപ്പോൾ ആരിഫ് തന്നെ ഇവിടെ കുറേയധികം സ്കോറുകളെ പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഏറ്റവും എലമെൻ്ററി ആയിട്ട് ആൾക്കാർക്ക് അറിയാവുന്ന ഒരു സ്കോർ ആയിരിക്കും ഒരു പ്രസവവുമായി ബന്ധപ്പെട്ട അബ്ഗാർ സ്കോറൊക്കെ എന്താണെന്ന്. അതുപോലും അസസ് ചെയ്യാനുള്ള ടെക്നിക്കൽ നോഹൗ ഇല്ലാത്ത ആൾക്കാർ, സാങ്കേതികമായിട്ടുള്ള ഒരു പരിജ്ഞാനവും ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് ഈ പ്രസവം എടുക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ആള് മുങ്ങി നടക്കുന്നത്, പിന്നെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നത്. ആശുപത്രിയിൽ സാധാരണ അങ്ങനെയല്ല എന്നുള്ളതാണ് അൽത്താഫിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അവരോട് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ബിൻസിറ മാഡം സംസാരിക്കുന്നതായിരിക്കും. എന്തിനാണ് അഭിനന്ദിക്കുന്നത്? അല്ല, വീട്ടിൽ പ്രസവിച്ചു, ഉമ്മയ്ക്കും കുട്ടിക്കും കുഴപ്പമില്ലാത്ത കണ്ടീഷനിൽ ഒരു അധികം കൂട്ടം ആളുകളെ കണ്ടപ്പോൾ എന്റെ സന്തോഷം ഞാൻ അവരോട് പ്രകടിപ്പിച്ചു. ഞാൻ അവരെ അഭിനന്ദിച്ചു. ഗണേഷ് കുമാർ KSRTCയിൽ പ്രസവിച്ച ആ ലേഡിയെ പ്രശംസിച്ചതുപോലെ അവർക്ക് ഗിഫ്റ്റുമായി വന്നത് നിങ്ങൾ മീഡിയ അടക്കം പ്രൊമോട്ട് ചെയ്തതുപോലെ. അപ്പൊ നിങ്ങൾ മീഡിയ അത് പ്രൊമോട്ട് ചെയ്തത് എല്ലാവർക്കും ഉള്ള മെസ്സേജ് ആയിരുന്നോ? തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? അതുപോലെ ഇതിനെയും നമ്മളൊരു കാര്യം ഇന്റൻഷനിൽ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ മീഡിയകൾ അതിനെ പ്രചരിപ്പിച്ച് നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ തെറ്റായ പ്രവണതകൾ കൊടുക്കാതിരിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അൽത്താഫ്, ഒരു ചോദ്യം. അല്പം മുമ്പ് അങ്ങ് തന്നെയാണ് പറഞ്ഞത് വീട്ടിലെ പ്രസവത്തിനെയും ആശുപത്രിയിലെ പ്രസവത്തിനെയും അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന്. അപ്പൊ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ അനുമോദനം? പരമ്പരാഗത രീതിയിൽ അവർ സ്വസ്ഥമായി വന്നപ്പോൾ അവരുടെ പ്രസവം എന്നുള്ള ഒരു തീരുമാനത്തിന് അവരുടെ കുടുംബത്തിന്റെയോ ഒന്നും പരിഗണിക്കാതെ അവരുടെ സ്വന്തം അവകാശമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഒരു സ്ത്രീ അവരുടെ അവകാശം തിരിച്ചറിഞ്ഞ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ അവരുടെ ശബ്ദം ഉയർത്തി അവരുടെ അവകാശങ്ങളിൽ നിലകൊണ്ടു. അങ്ങനെ സ്വസ്ഥമായി പ്രകൃതിപരമായ ഒരു കാര്യം നടന്നപ്പോൾ ഞാൻ അതിനെ അഭിനന്ദിച്ചു. അതല്ലാതെ പ്രമോഷൻ അല്ല. ഇതിനെ പ്രമോഷൻ എന്ന് വിശദീകരിക്കുന്ന നിങ്ങളാണ്. ഇവിടെ ഇത്രയും നേരം നമ്മൾ കണ്ടതും ഈ ഉസ്താദുമാർ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താണ്? വീട്ടിൽ പ്രസവിക്കുന്നതിന്റെ മേന്മ, അതിനെക്കുറിച്ചുള്ള പോരിഷ, അതിന്റെ ഗുണഗണങ്ങൾ പറയുക, അതൊരു വീരകൃത്യമായിട്ട് അവതരിപ്പിക്കുക, എന്നിട്ട് കൂടുതൽ സ്ത്രീകളെ അതിലേക്ക് ആകർഷിക്കുക. അതാണ് ഇത്രയും നേരം നമ്മളിവിടെ കണ്ടതും പറഞ്ഞുകൊണ്ടിരുന്ന ഉസ്താദുമാരുടെ വീഡിയോകൾ കാണിച്ചതും. ഇദ്ദേഹത്തിന്റെ തന്നെ വീഡിയോയിലുള്ള ശബ്ദം കൂടി കേൾപ്പിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഇപ്പൊ നമ്മൾ ഇതിലെ കുഴപ്പങ്ങളും ഇതിലെ പ്രശ്നങ്ങളും ഇതിലെ റിസ്ക് അനാലിസിസ് നടത്താതെ ഇതുപോലെ ആളുകളെ ഇതുപോലെ തള്ളിവിട്ടതും അവർ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഇതിന്റെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ചുമ്മാ ഇതിങ്ങനെ കണ്ടപ്പോൾ വഴി കൂടെ ആരൊക്കെ പ്രസവിച്ച് ഇങ്ങനെ പെട്ടുകിടക്കണ കണ്ടപ്പോൾ അവരെ പിടിച്ച് അനുമോദിച്ചതാണ് എന്ന ലെവലിൽ പറഞ്ഞിട്ട് മെല്ലെ കൈ കഴുകുന്നതാണ് ഇവിടെ കാണുന്നത്. ഇതിനെ അനുവദിക്കരുത്. എല്ലാരും വിളിച്ചു. എന്റെ ഒരു സംശയം, AP ഉസ്താദ് ഈ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അത് ഡയാലിസിസ് ചെയ്യുന്നത് സംബന്ധിച്ചിട്ടൊരു സംഭാഷണം നടക്കുമ്പോൾ ഓനോട് ഇനി ഡയാലിസിസ് ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞേക്ക്, അവിടെ മടവൂരിന്റെ എന്തോ ഒരു സാധനം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുന്ന AP ഉസ്താദിനെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. AP ഉസ്താദ് സമസ്തക്കാരനാണോ അതോ അദ്ദേഹത്തെയും തള്ളോ? എങ്ങനെയാണ്? അതുകൂടി ഒന്ന് പറഞ്ഞു തരുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ വീഡിയോ ഇപ്പൊ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത് ഉസ്താദ് സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരാൾ ഒരിക്കലും ഇങ്ങനെ ഒരു ചികിത്സാ സംവിധാനത്തെ തള്ളി പറയുമെന്ന് ഏതെങ്കിലും വീഡിയോയുടെ ഏതെങ്കിലും ഒരു കഷ്ണം അത് വെട്ടിമുറിച്ച് ക്ലിപ്പാക്കി ഇങ്ങനെ പ്രചരിപ്പിക്കും. അപ്പോ ഒരു വീഡിയോ വന്നപ്പോ ഉസ്താദിനെ തള്ളി, AP ഉസ്താദ് AP എന്ന സംഘടനയുടെ തന്നെ മുതലാളി തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ആ വീഡിയോയെ തള്ളി. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. എന്തിനാ ഈ എടുത്താ പൊങ്ങാത്ത പണിക്ക് നിൽക്കുന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന പണിക്ക് നിന്നാ പോരെന്ന് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾ വീഡിയോ തള്ളാണെങ്കിൽ രണ്ടിലും വീഡിയോ തള്ളാം, ഉസ്താദുമാരെ തള്ളാണെങ്കിൽ രണ്ടിലും ഉസ്താദിനെ തള്ളണം. അല്ലാതെ നിങ്ങൾക്ക് സൗകര്യമുള്ളത് തരാതരം പോലെ ഇവിടെ നമുക്ക് ഉസ്താദിനെ തള്ളാം, അവിടെ നമുക്ക് വീഡിയോ തള്ളാം. ആ പരിപാടി ഇവിടെ ചെലവാവില്ല പൊന്നുസ്താദ്. ഓക്കെ, ശരി, പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാ